ഹലോ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ അധികം ആളുകൾ യൂട്യൂബ് വന്നതിന് ശേഷം ഒരുപാട് മെസ്സേജുകൾ കൈമാറുന്ന കുറേ അധികം യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ ജീവിതം വെച്ച് ഒക്കെ പൊതുജനങ്ങൾക്ക് കുറേ അധികം അവയർനെസ് കൊടുക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ഇല്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ സിലു സിൽഹ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊക്കെയും തന്നെ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന ഒരു ജീവിതമാണ്. അതായത് 5 കുട്ടികളും വളരെ നന്നായിട്ട് ആ കുട്ടികളെ പോറ്റുകയും അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന അവരുടെ ലൈഫ് എന്ന് പറയുന്നത് പണ്ട് മുതലേ എന്തൊക്കെയോ വിഷയങ്ങളുള്ളതാണ് എന്ന് ഞാൻ അവരെക്കുറിച്ച് കുറച്ച് ഒരു 2-3 ദിവസത്തിന് മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം, അതായത് ഇവരുടെ ഒരു ഡിവോഴ്സും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഒഫീഷ്യലി ഡിവോഴ്സായി എന്ന്, ഞങ്ങൾ സെപ്പറേറ്റ് ആയി എന്ന് പറയുന്ന ആ ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള ഇവരുടെ ചില വീഡിയോസും പിന്നെ അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. രംഗത്ത് വന്നു എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അദ്ദേഹം ഒരു പുതിയ ചാനലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ അവർ നേരത്തെ ചെയ്തിരുന്ന ചാരിറ്റി അത് വീണ്ടും കൊണ്ടുപോകും എന്ന് പറയാൻ വേണ്ടിയിട്ടും, പിന്നെ അവർ ഇതുവരെ താമസിച്ചിരുന്ന അവരുടെ വീട് വിൽക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാനലിൽ കൂടി അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ സിലുവിൻ്റെ വീഡിയോകളിലൂടെ ഒരിക്കലും ഒരു ഫാമിലി വ്ളോഗ് ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ അവരുടെ ലൈഫിലുള്ള ഒരുപാട് നല്ല നല്ല മൊമെൻറ്റുകൾ അവർ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിപ്പോൾ ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സായി എന്ന് പറയുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള വീഡിയോസിലൊക്കെയും തന്നെ ഭയങ്കരമായ ക്യൂരിയോസിറ്റികൾ ഇട്ടുകൊണ്ടാണ്, അതായത് അവരുടെ ലൈഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, അല്ല, എന്നാൽ ഇതുപോലത്തെ ലൈഫ് മറ്റാരെങ്കിലും ഒക്കെ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നൊക്കെ തോന്നുന്ന തരത്തിൽ, അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോകൾ കാണുമ്പോൾ ശരിക്ക് സിലുവിൻ്റെ ജീവിതം തന്നെ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. അതായത് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് എല്ലാവരുടെ മുന്നിലേക്കും തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമുക്ക് എല്ലാവരോടും തുറന്നു പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലും നമുക്കെല്ലാം എല്ലാവരോടും തുറന്ന് പറയാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. നമുക്ക് നല്ലൊരു മനസ്സമാധാനത്തോടു കൂടിയുള്ള ഒരു ലൈഫ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്വർണം കൊണ്ടുവന്ന് എല്ലാവർക്കും കാണുന്ന തരത്തിലാണോ കൊണ്ടുവന്ന് വെക്കുക? അല്ല, അത് സേഫായിട്ട് ലോക്കറിൽ സൂക്ഷിച്ച് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ട് അങ്ങോട്ട് പോവുക അല്ല, നമുക്കത് ഭയങ്കര വിലയുള്ളതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് കുടുംബജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയാനുണ്ടാകുക. അപ്പോൾ അവരുടെ ലൈഫിൽ ചില വിഷയങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒന്നിച്ചു പോകാൻ സാധിക്കാത്തതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. മക്കൾ 5 കുട്ടികളാണ്. അവർ ഒരു ഏകദേശം മുതിർന്ന കുട്ടികളൊക്കെ കുറച്ച് പക്വതയൊക്കെ എത്തിയ കുട്ടികളാണ്. മൂത്ത 2 കുട്ടികളെന്ന് പറയുന്നത് കുറച്ച് പക്വതയുള്ള കുട്ടികളാണ്. കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്ന ഒരു പ്രായത്തിലെത്തിയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിന് ശേഷമാണ് ഇവർ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നത്. ഇവരിപ്പോൾ ഡിവോഴ്സ്ഡായി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് നാളുകളായിട്ട് ഈ സംഭവം മറച്ച്, അല്ലെങ്കിൽ ഇത് പുറത്ത് പറയണ്ട എന്ന് വിചാരിച്ചത് ജനങ്ങൾ കുത്തി ചോദിച്ചത് കൊണ്ട് ഇവർ പറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ സ്വാഭാവികമാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന്
വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവരുടെ വ്യക്തി ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അവിടേക്ക് ഒളിഞ്ഞു നോക്കുക എന്നുള്ളത്. ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ജനങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഞങ്ങൾക്കിത് അറിയേണ്ടിയില്ല, ഞങ്ങളിതൊന്നും അന്വേഷിക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞാലും അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര അത് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ചെന്ന് എല്ലാവരും എത്തി നോക്കി. ഒരുപാട് പേര് അവരുടെ സംശയങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ നിർബന്ധിതയായി ഞങ്ങൾ സെപ്പറേറ്റ് ആയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ തുനിഞ്ഞു. ഇതിനെ ഒരുപാട് റിയാക്ഷൻ ചാനലുകാർ എടുത്ത് ചിലർ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വലിച്ചെടുത്തു. ചിലർ കുറേ ഇങ്ങനെ തത്വശാസ്ത്രങ്ങളോടുകൂടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി. ചിലർ ഇത് നല്ലതാണ്, ഇത് കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്യുന്നതിൽ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അതിനെ എൻകറേജ് ചെയ്തു. ഇതൊക്കെ പറയുമ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഒരു നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന സിലു ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ ഇതിനെ തെറ്റ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് സിലു ഇങ്ങനെ ഒരു വീഡിയോ പറയുമ്പോൾ, ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളുടെ ഭാവിയെ ഓർത്ത് നിങ്ങളിത് അലക്കരുത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇതെടുത്തിട്ട് അലക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് ഒരു സ്ത്രീ എപ്പോഴും അവരുടെ മക്കളുടെ ഭാവിയിൽ ഭയങ്കരമായി ആകുലപ്പെടുന്ന ഒരാളാണ്. സാധാരണ അച്ഛന്മാരും ഉണ്ടാകും, ആണുങ്ങളും അവരുടെ മക്കളുടെ ഭാവിയിൽ ഭയങ്കര ഉത്കണ്ഠ ഉള്ളവരാണ് എങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളായിരിക്കാം അവരുടെ മക്കളുടെ കാര്യത്തിൽ. മക്കൾ ചിന്തിക്കുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ്, എൻ്റെ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻ്റെ മക്കൾ എന്താണ് ഉൾക്കൊള്ളുന്നത്, ഇതെന്തെങ്കിലും കുഴപ്പമുള്ളതാവുമോ, എൻ്റെ മക്കൾ ഇത് കണ്ടിട്ട് ഞാൻ മോശമാണെന്ന് പറയുമോ എന്നൊക്കെ ഉള്ള ഒരു ഉത്കണ്ഠ എപ്പോഴും സ്ത്രീകളിൽ അധിഷ്ഠിതയാണ്. സിലുവിൻ്റെ ഈ ഒരു ഡിവോഴ്സ് എല്ലാവരും എന്തുകൊണ്ടാണ് ചർച്ചയാക്കുന്നത് എന്ന് സിലുവിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിലു എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്മ. നമ്മൾ നന്മ ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, ഒരുപാട് കാര്യങ്ങളിൽ ക്ഷമയുള്ളവരായിരിക്കുക, മക്കളെയൊക്കെ പരിപാലിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ക്ഷമ സിലു ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് വൃത്തിയാക്കുക, പിന്നെ അവർക്ക് വേണ്ടുന്ന മക്കൾക്ക് വേണ്ടുന്ന എന്തൊരു കാര്യവും വളരെ സൂക്ഷ്മതയോടുകൂടിയൊക്കെ ചെയ്യുന്ന സിലുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവരിത്രയൊക്കെ ആണെങ്കിലും അവരുടെ മതത്തിൽ ഒരടി പോലും, ഒരുപാട് മതപണ്ഡിതന്മാർ പോലും ഇവരെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും, ഇത്രയധികം ആളുകൾ വിമർശിക്കുന്നുണ്ടെങ്കിലും, മുസ്ലിം സമൂഹം തന്നെ വിമർശിക്കുന്നുണ്ടെങ്കിലും തൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരല്പം പോലും വ്യതിചലിക്കാനോ ഇത് മതപണ്ഡിതന്മാരല്ലേ പറയുന്നത്, ഞാൻ എന്തിനാണ് ഈ മതത്തിൽ നിൽക്കുന്നത്, അങ്ങനെ പോലും ഒരു മതത്തിനെ തള്ളിപ്പറയുക പോലും ചെയ്യാതെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിലുവിൽ നിന്നും സ്വന്തം ലൈഫ് കൈകാര്യം ചെയ്തപ്പോൾ എന്തോ പാളിച്ച പറ്റിയോ എന്നുള്ളതാണ് സാധാരണ എന്നെ പോലെ ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു വിഷയം പബ്ലിക്കായപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഇത് പബ്ലിക്കിൽ ആളുകൾ സംസാരിക്കേണ്ടി വന്നതിൻ്റെ റീസൺ എന്താണ്? ഇത് സത്യത്തിൽ നമ്മുടെ ലൈഫാണ്, എൻ്റെ ലൈഫ്, ഞാൻ കൊട്ടിഘോഷിക്കേണ്ടുന്ന ഒരു കാര്യം വരുന്നില്ല. അവിടെ ഒരുപാട് മുള്ളും മുനയും ഒക്കെ വെച്ച് ഭർത്താവിനെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇൻഡയറക്റ്റ്ലി ഒരുപാട്, അതായത് മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ്, ഒരുപാട് സ്വർണവും പണവും ഒക്കെ കൊണ്ട് കല്യാണം കഴിച്ച് വിടുന്ന മക്കളുടെ ലൈഫ് എന്ന് പറയുന്നത് അവിടെ സെക്യൂർ ആവണമെന്നില്ല. അതുപോലെ തന്നെ പിന്നെ കല്യാണം കഴിച്ച് ചെന്ന് കയറുന്ന വീട്ടിൽ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മളെന്തിന് നമ്മുടെ സ്വർണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാര്യം എന്താണ്, എന്നിട്ട് കിടന്ന് നിലവിളിക്കേണ്ടുന്ന കാര്യം എന്താണ് എന്നൊക്കെ പറയുമ്പോൾ എവിടെയൊക്കെയോ നമ്മളെപ്പോഴും നമ്മളുടെ അനുഭവവുമായിട്ടായിരിക്കുമല്ലോ, ബന്ധപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ എപ്പോഴും ചിന്തിക്കുക, സിലുവിന് ഇങ്ങനെ പറ്റിയോ, സിലു ഇനി ഭർത്താവിന് കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തോ. സിലു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് കടമുണ്ടായിരുന്നു, ആ കടമുള്ളതൊക്കെ ഞാനാണ് വീട്ടിയത്. എൻ്റെ വീടിൻ്റെ ഇവരുടെ വീട്, അതായത് പഴയ വീടെന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്തതൊക്കെയും സിലുവിൻ്റെ മിടുക്ക് കൊണ്ടാണ്. നമ്മളിപ്പോൾ കാണുമ്പോഴും ആ ഒരു കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നത്, എപ്പോഴും അത്
ഒരു കണ്ണിങ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ സിലു ആണ് കുറച്ചുകൂടി മിടുക്കായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആളുകൾ കാണുന്നത് ഇവരുടെ ഹസ്ബൻഡ് ഒരു കഴിവില്ലാത്ത ഒരാളാണ് എന്ന് തോന്നും. ശരിക്കും ഇത് നമ്മൾ പബ്ലിക്കിൽ അത് കൊണ്ടുവന്ന് ഇടേണ്ടുന്ന കാര്യമില്ല. രണ്ടുപേരും സ്നേഹത്തോടു കൂടി രണ്ടുപേരും ഒരുപോലെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ അന്നും ഒറ്റയ്ക്കാണ് ഇന്നും ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഭർത്താവ് തോൽവിയായി മാറുകയാണ്. അതായത് ഇവർ ഒരുപാട് സ്നേഹിച്ച് ജീവിക്കുകയാണ്, അവരുടെ മതത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ മക്കളുടെ കൂടെ ആ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോരുകയാണ്. ഇവിടെ ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരുടെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന് അവർ തന്നെ വരുത്തി തീർക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഇവിടെ ഈ സ്ത്രീ ഇവരുടെ ഭാഗം ന്യായീകരിച്ച് ഇവർ ഭയങ്കര പുണ്യാളത്തിയായിട്ട് മാറുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞുങ്ങളുടെ ഉപ്പയാണത്, ഇനി എങ്ങനെ എന്ത് എന്ന് പറഞ്ഞാലും ഇവരുടെ കുഞ്ഞുങ്ങളുടെ ഉപ്പയാണത്, എതിർഭാഗത്തൊരു വില്ലന്റെ പരിവേഷം കൊടുക്കുകയാണ് ഇവർ പോലും അറിയാതെ. ഇത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതല്ലേ? സിലു ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് മാതാപിതാക്കളാണ്, നാട്ടുകാരല്ല. ഈ സംഭവം നാട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് പാട്ടാക്കി ഇതിനെ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങൾ തമ്മിലുള്ള വിഷയം ഒന്നുകിൽ നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കുക. അവിടെയും നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് എടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട്, അതിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരിക്കും. ഇതെന്തുകൊണ്ട് സ്വന്തം ലൈഫിൽ നിങ്ങൾ ആ ഒരു ഭദ്രത കൈവരിച്ചില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഇനി രണ്ടാമത്തത്, ഇത്രയും ഏജ്ഡായി 5 കുട്ടികളെ വളരെ ഭംഗിയായിട്ട് വളർത്തുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതെന്തുകൊണ്ട് പ്രാക്ടിക്കലാക്കാൻ സാധിച്ചില്ല? ഇത് തെരുവിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടലക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തു. ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് ആൾക്കാർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കൊണ്ടോ പ്രതിഷേധം നടത്തുന്നത് കൊണ്ടോ കാര്യമില്ല. ഇത് നിങ്ങളുടെ കൈവിട്ടു പോയി, ഇത് ജനങ്ങൾ അറിഞ്ഞു. അപ്പോൾ പിന്നെ സ്വാഭാവികമാണ് അത് ചർച്ച ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ ഹസ്ബൻഡ് രംഗത്ത് വന്നു ഒരു ചാനൽ എടുത്തു, അതിൽ ഒരൊറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് സുലു ട്രേഡേഴ്സ് ഇക്ക ഓഫർ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഭയങ്കര വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സുലുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സുലുവിൻ്റെ ഭർത്താവ് എന്ന നിലയിലും അവിടെ സുലു ഒരു കോൺട്രവേഴ്സി ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊണ്ടും സുലുവിൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോയുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കും സുലുവിൻ്റെ ഭർത്താവിന് എന്താണ് പറയാനുള്ളത്. പക്ഷെ അവിടെ ഓടിച്ചാടി കയറിയ ആർക്കും തന്നെ ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്കാണ്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസിയായിരുന്നു, ഇനിയും ഞാൻ പ്രവാസത്തിലേക്ക് പോവുകയാണ്, പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ വീട് വിൽക്കാൻ പോവുകയാണ്. ഇവർക്ക് എത്ര മക്കളാണുള്ളത്? 5 കുട്ടികളാണുള്ളത്. 5 കുട്ടികളുള്ള അവരുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ഇദ്ദേഹം ആ കുട്ടികളുടെ ഉപ്പ തന്നെയാണ്, ആ 5 കുട്ടികളുടെയും ഉപ്പ തന്നെയാണ്. ഇനി അത് ഒരു കോടതിക്കും അറുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതാണ്. കുട്ടികൾ ഏകദേശം വളർന്നിട്ടുമുണ്ട്, അടുത്ത് തന്നെ ഒരു ലൈഫിലേക്ക് എത്തിപ്പെടേണ്ടവരാണ് അവർക്ക് 5 കുട്ടികളുണ്ട്, 5 പേർക്കും ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഈ വീടങ്ങ് വിൽക്കുന്നു എന്ന് പറയുന്നത് ഒരെടുത്ത് ചാട്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് കിടന്നാൽ ഇവരുടെ മക്കൾക്ക് തന്നെ അത് ഉപകാരപ്പെടും. പക്ഷെ അപ്പോഴും ഇവരുടെ ലൈഫിൽ എന്തോ ഭയങ്കരമായിട്ട് നടന്നു എന്ന് കാണിക്കുന്ന തരത്തിൽ ഇദ്ദേഹവും നേരിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ ഇതൊക്കെ വിൽക്കുകയാണ്, എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന കാര്യം പകുതി പൈസയ്ക്ക് ഞാൻ ഇതെല്ലാം കൊടുത്തു തീർക്കുകയാണ്, ഞാൻ ഗൾഫിലേക്ക് പോവുകയും ചെയ്യുകയാണ്. പക്ഷേ എന്ത് ഞാൻ നിലനിർത്തും? ചാരിറ്റി ഞാൻ നിലനിർത്തും. എന്തൊക്കെയോ ദുരൂഹമായ എന്തൊക്കെയോ നമുക്കത് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത്
ഇവിടെ സുലുവും ഭർത്താവും തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഞാൻ വീട് വിൽക്കുകയാണ്, ഞാൻ പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. പ്രവാസ ലോകത്തേക്ക് പോകുന്ന എന്തിനാണ്? ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെയും ചാരിറ്റി വീഡിയോകൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം വീണ്ടും ഇവിടെ വരുമോ? സുലുവിൻ്റെ വീഡിയോസിൽ കുറച്ച് നാളുകളായിട്ട് ചാരിറ്റി വീഡിയോകളൊന്നും തന്നെ കാണുന്നുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് എന്തോ ഒരു ചാരിറ്റി വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇവരുടെ ലൈഫിൽ ഇവർ പരാജിതരായി പോയിട്ടുണ്ട്. ഇവർ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ നന്മ ചെയ്യേണ്ടുന്ന ഇവരുടെ മക്കളുടെ മുന്നിൽ അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആയിട്ട് ഒരു കുഞ്ഞിന് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരാൻ എപ്പോഴും മാതാപിതാക്കളുടെ സംരക്ഷണം കൂടിയേ തീരൂ. അവിടെ ശരിക്കും സ്വന്തം മക്കളുടെ മുന്നിൽ ഇവർ പരാജയമായി മാറിയിരിക്കുന്നു. അതിനും പുറമെ ഇവർ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ശരിക്കും സ്വന്തം മക്കൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നന്മ ചെയ്യേണ്ടത്. മക്കൾക്ക് അവകാശപ്പെട്ട ആ ഒരു വീട് നിങ്ങൾ വിൽക്കുന്നത് പോലും ശരിക്കും എടുത്തുചാട്ടവും ബുദ്ധിയില്ലായ്മയുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ നല്ലത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നന്മ ചെയ്യാൻ കഴിയാതെ എങ്ങനെ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നന്മയുള്ള മനുഷ്യനായി ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സ്വയം പരാജിതനായവൻ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ എന്തോ വലുത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്.